സയൻസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയം തൊട്ടേ, ലാബിൽ കയറുന്ന സമയം തൊട്ടേ നമ്മൾ ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടും ചെറിയ ചെറിയ എഴുത്തുകളായിട്ടൊക്കെ ആയിരുന്നു ആദ്യം സയൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയൻ്റെ ഫോർമാറ്റ് ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അറ്റൻഷൻ സ്പാനും ഡേ ബൈ ഡേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു റിയലൈസേഷൻ വരികയാണ്, ഒരുപാട് കോണ്ടന്റ് വിഷ്വൽ മീഡിയ ഫോർമാറ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് വിഷ്വൽ ലേണേഴ്സിനെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. പക്ഷേ അക്കാഡമിക് കോണ്ടന്റ് ഇപ്പോഴും റിട്ടൺ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ആൾക്കാർ എഴുതിയിട്ട് വായിച്ചത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവൻ റിസർച്ചിലും ഗവേഷണത്തിലും പഠനത്തിലും അക്കാഡമിക് ആയിട്ടും മുന്നോട്ട് പോകും. പക്ഷെ ഒരു ക്ലാസ് റൂമിൽ അങ്ങനത്തെ കുട്ടികളല്ലല്ലോ മുഴുവൻ ഉണ്ടാവാം. ചിലർ വീട്ടിൽ പോയി പഠിക്കാണ്ട് ക്ലാസ്സിൽ ഇരുന്നിട്ട് ആ കേട്ട ഓർമ്മയിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട്. കേട്ട് പഠിക്കുന്നവരുണ്ടാവും, കണ്ട് പഠിക്കുന്നവരുണ്ടാവും, ഓരോരോ കാര്യങ്ങൾ കണ്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും. പക്ഷെ അപ്പോൾ ഇൻഫോർമേഷൻ അക്കാഡമി എപ്പോഴും ഡിസമിനേറ്റ് ചെയ്യുക റിട്ടൺ ഫോർമാറ്റിലാണ് അതിൻ്റെ ഡിസമിനേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷ്വൽ മീഡിയ, ഈ ഒരു സോഷ്യൽ മീഡിയ ഒരു അറ്റൻഷൻ എക്കണോമിയിലോട്ട് സയൻസ് കമ്മ്യൂണിക്കേഷൻ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നു. സോ ദാറ്റ് visual learners or people who learn by hearing stories, people who learn by listening to others, അവർക്കും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളത്